തൃണമൂൽ കോൺഗ്രസിനെ കടുത്ത പ്രതിസന്ധിയിലാക്കി കൂടുതൽ നേതാക്കൾ പാർട്ടി വിടുന്നു. മമതാ ബാനർജിക്കൊപ്പം ഉറച്ചുനിന്ന കല്യാൺ ബാനർജിയും വിമതപക്ഷത്തേക്ക് എന്നൊരു സൂചന കൂടിയുണ്ട്. അഭിഷേക് ബാനർജി വേണോ പാർട്ടി വേണോ എന്ന് മമതാ ബാനർജി തീരുമാനിക്കണമെന്ന് കല്യാൺ ബാനർജി തുറന്നടിച്ചു. Yesterday at 12:30, one lawyer came and said that Abhishek Banerjee has sent to you. And he has told me. Then said that regarding the search, another writ petition has been filed. I said that this is the already, I have mentioned the matter in the criminal division. And henceforth I will not be appearing in any matter on behalf of Abhishek Banerjee. He should understand this. He should understand the party is facing this problem because of him. Only because of him. But he will be going disrespecting everyone, disrespecting me. This is not tolerable. ഇന്ന് രാജ്യസഭാംഗങ്ങളായ പ്രകാശ് ശിക്ബറേക്കും കോയൽ മല്ലിക്കും രാജിവെച്ചു. ഇതോടെ പാർട്ടിയുടെ രാജ്യസഭാംഗങ്ങളുടെ എണ്ണം 13 നിന്ന് 9 ആയി. അതിനിടെ 12 വർഷത്തെ ഭരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ TMC MP ശത്രുഘ്ൻ സിൻഹ പ്രശംസിച്ചു. ബൽറാം നുടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, ഓരോ ദിവസവും നമ്മൾ മമതാ ബാനർജിക്ക് ഒപ്പം നിൽക്കുന്നവരുടെ വിമർശനം, രാജി, ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും ഒടുവിലായി നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് അമ്പരപ്പിച്ചുകൊണ്ടാണ് കല്യാൺ ബാനർജിയുടെ പരാമർശം വരുന്നത്. കല്യാൺ ബാനർജി ഒരുപക്ഷെ അഭിഷേക് ബാനർജിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നു. ഇപ്പോഴും മമതാ ബാനർജിക്കൊപ്പം എന്നൊരു സൂചന അദ്ദേഹം നൽകുന്നുണ്ടോ? മറ്റൊന്ന് ശത്രുഘ്ൻ സിൻഹയുടെ നടപടിയാണ്. കൂടുതൽ പേർ ഇനിയും TMC പാളയം വിടും എന്നതിന്റെ സൂചനയാണോ അത്? അനുജ, മമതാ ബാനർജി ഒപ്പം തന്നെ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസും നാൾക്ക് നാൾ ശോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി നേതാക്കൾ ഇതിനകം തന്നെ പാർട്ടി വിട്ടുകഴിഞ്ഞു. അത് ഓരോ ദിവസവും അവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഒരു ദിവസം ഈ കഴിഞ്ഞ മണിക്കൂറുകൾക്കിടെ മാത്രം 2 രാജ്യസഭാ MP-മാരാണ് മമതയെ വിട്ടുപോയത്. അതിൽ ഏറ്റവും ഒടുവിലത്തെ രാജി അത് കോയൽ ഘോഷിൻ്റെതാണ്, കോയൽ മല്ലിക്കിന്റെ ഇതാണ്. അല്പസമയം മുമ്പാണ് രാജി സമർപ്പിച്ചത്. 4 ദിവസത്തിനിടെ രാജിവെക്കുന്ന 4ാമത്തെ രാജ്യസഭാ MP-യാണ് കോയൽ മല്ലിക്ക്. ഒപ്പം തന്നെ മമതാ ബാനർജിയുടെ വിശ്വസ്തൻ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പോലും മമതയ്ക്കൊപ്പം ഉറച്ചു നിന്ന് ഈ വിമതർക്കെതിരെ കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിരുന്ന കല്യാൺ ബാനർജി പോലും മമതയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു ഈ ഒരു ഘട്ടത്തിൽ എന്നാണ്. ഇന്ന് പ്രത്യേകിച്ച് അഭിഷേക് ബാനർജിയുടെ കേസ് ഇന്ന് കൊൽക്കത്ത ഹൈക്കോടതി പരിഗണിക്കുന്ന ഘട്ടത്തിൽ അതിൽ ഹാജരാകാൻ ഇരുന്നത് കല്യാൺ ബാനർജി ആയിരുന്നു. എന്നാൽ അഭിഷേക് ബാനർജിയുമായുള്ള തർക്കത്തെ തുടർന്ന് അദ്ദേഹം ആ കേസിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ്. താനോ മകനോ ഇനി അഭിഷേകിന് വേണ്ടി ഒരു കേസിലും ഹാജരാകില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. ഒപ്പം അഭിഷേക് വേണോ താൻ വേണോ എന്നുള്ളത് മമതാ ബാനർജി തീരുമാനിക്കണം എന്നും അഭിഷേക് ബാനർജി പാർട്ടിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർട്ടിയുടെ തകർച്ചയ്ക്ക് പൂർണ്ണ ഉത്തരവാദി അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ അഹങ്കാരത്തെ സഹിക്കേണ്ട കാര്യം തനിക്കില്ല എന്ന പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. എന്തായിരിക്കും മമതയുടെ തീരുമാനം എന്നുള്ളത് നിർണായകമാണ്. കാരണം ഏറ്റവും അടുത്ത നേതാക്കളിൽ ഒരാൾ പോലും ഇത്തരത്തിൽ ഒരു നിലപാട് എടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നിർണായകം. ഒപ്പം പാർട്ടി വിട്ട് ഇതുവരെയും പുറത്തുപോയ MLA-മാരും ലോക്സഭ രാജ്യസഭ MP-മാരും എല്ലാം തന്നെ വിമർശനം ഉന്നയിച്ചത് അഭിഷേകിനെ തന്നെയായിരുന്നു. അതേ വഴിക്ക് തന്നെയാണോ കല്യാൺ ബാനർജിയും എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ഒപ്പം ശത്രുഘ്ൻ സിൻഹയുടെ പേര് നേരത്തെ തന്നെ ശത്രുഘ്ൻ സിൻഹ മോദിയെ പുകഴ്ത്തിക്കൊണ്ട് മമതാ ബാനർജിയെ ടാഗ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഒരു ട്വീറ്റ് വന്നത്. ഒപ്പം തന്നെ എന്താണ് കല്യാൺ ബാനർജിയുടെ അടുത്ത നീക്കങ്ങൾ എന്നുള്ളത് കൂടി നിർണായകമാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.